അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം എന്നിങ്ങനെയുള്ള 7 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് 2026 എന്ന പുതുവർഷം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു വർഷമാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് 2026 പിറക്കുവാൻ അവശേഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 7 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ പല ആളുകൾക്കും 2025 എന്ന് പറയുന്നത് അത്ര ഗുണകരമായ ഒരു വർഷമായിരുന്നില്ല. ചുരുക്കം ചിലർക്ക് മാത്രം ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിലും ഭൂരിഭാഗം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില ദുഃഖങ്ങളും നഷ്ടങ്ങളും കഷ്ടകാലങ്ങളുമൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു വർഷമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ വർഷാവസാനത്തോടും പുതുവർഷ ആരംഭത്തോടും അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് പോലും ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് വളരെ പരിതാപകരമായ ചില കാര്യങ്ങളാണ്. അപ്രകാരം നോക്കുമ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് 2026 എന്ന പുതുവർഷത്തിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം എന്നിങ്ങനെയുള്ള 3 രാശിയിൽപ്പെട്ട 7 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഫലപ്രകാരം വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ 7 നക്ഷത്രക്കാരുടെയും 2026 വർഷഫലവും നിങ്ങളുടെ ജീവിതത്തിൽ 2026 സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജനുവരി 1 ഉദയം മുതൽ അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മേടം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാർക്കും 2025 പരിശ്രമിച്ചിട്ട് പോലും നേടിയെടുക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. മാത്രമല്ല, പല ആളുകൾക്കും സാമ്പത്തികമായും വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്ന ഒരു വർഷം കൂടിയായിരുന്നു ഈ 2025. സാമ്പത്തിക പ്രതിസന്ധികൾ മാത്രമല്ല, മേടം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും 2025 വളരെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മനസമാധാനക്കേടുകളും 2025 നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് 2026 എന്ന വർഷത്തിൽ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ പല കാര്യങ്ങളും ഉണ്ടാകുമെങ്കിലും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി 2026 അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ഇപ്പോൾ ഉള്ളതിലും വ്യത്യസ്തമായി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടാണ് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത്. അതായത് ജോലി സംബന്ധമായി ഇതുവരെ ഒട്ടനവധി പ്രതിസന്ധികൾ അനുഭവിച്ചു വന്നിരുന്ന മേടം രാശിക്കാർക്ക് 2026 ഭാഗ്യത്തിൻ്റെ വർഷമാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2026 പിറക്കുമ്പോൾ മുതൽ നിങ്ങളിലേക്ക് ചില പ്രത്യേക രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരുകയും അവ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികൾക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ ജീവിതത്തിൽ ഒരു ഉയർച്ച നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. ഒപ്പം തന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് 2026 ചില സമയങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില വ്യക്തികൾക്ക് കർമ്മമേഖലകളിൽ അല്പം കൂടുതലായി
കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്ന ഫലങ്ങൾ ഏറ്റവും ഗുണകരം തന്നെയായിരിക്കും. ഒപ്പം തന്നെ മേടം രാശിയിൽ പിറന്ന സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ 2025 കഠിന പരിശ്രമം നടത്തിയിരുന്ന ചില വ്യക്തികൾക്ക് ഈ 2026 അതിൻ്റെ വിജയകരമായ ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും. ഇനി അതുപോലെ തന്നെ മേടം രാശിക്കാർക്ക് 2026 വളരെയധികം നേതൃഗുണം തെളിയിക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ നിങ്ങൾ തന്നെ മുൻനിരയിൽ നിന്നുകൊണ്ട് ചില പ്രത്യേക സ്ഥാനമാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് കർമ്മ മേഖലയിലായിരുന്നാലും മറ്റുള്ള എന്ത് കാര്യങ്ങളിലായിരുന്നാലും മേടം രാശിക്കാർ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയോ അംഗീകാരത്തിന് വേണ്ടിയോ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ചില മേടം രാശിക്കാർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്കും അതിന് അനുകൂലമായ പല സാഹചര്യങ്ങളും പല പുതിയ അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷമായിട്ടാണ് 2026 കാണപ്പെടുന്നത്. ജോലിയിൽ നിന്നുള്ള മാറ്റം മാത്രമല്ല, മേടം രാശിക്കാരിൽ ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം എന്നിങ്ങനെയുള്ള ഗുണകരമായ അനുഭവങ്ങളും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ പുതുവർഷം എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു ഉന്നമനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചെറിയ വെല്ലുവിളികളെ നിഷ്പ്രയാസം നേരിടുവാൻ കഴിയുകയും ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു സമയത്തിൻ്റെ തുടക്കമാണ് 2026 പിറക്കുന്നതോടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇനി അതുകൂടാതെയും മേടം രാശിയിൽ പിറന്ന കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടായിരുന്ന പല കഴിവുകളെയും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ കഴിയുന്ന ഒരു വർഷവും കൂടിയായിരിക്കും ഈ 2026 എന്ന വർഷം. ഇനി അതുപോലെ തന്നെ മേടം രാശിക്കാർക്ക് ഈ 2026 വിവാഹം, വീട് പണിയുടെ പൂർത്തീകരണം, സ്വന്തമായി ഒരു വാഹനം എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങളെയൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും വളരെ വലിയ രീതിയിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളെ ജീവിതത്തിലേക്ക് ആനയിക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു വർഷമായിരിക്കും 2026 എന്നത്. മാത്രമല്ല, ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വളരെയധികം ഉണ്ടായിരിക്കുകയും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് മുന്നേറുവാൻ മേടം രാശിക്കാർക്ക് ഭാഗ്യമുണ്ടാവുകയും ചെയ്യും. ഇനി രണ്ടാമതായി പറയുവാൻ പോകുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വർഷഫലമാണ്. അപ്പോൾ ഇടവം രാശിക്കാരിൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അത്രയധികം കാത്തിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ 2025 ആഗ്രഹിച്ചതുപോലെ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് 100% 2025 തന്നെ പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു വരുന്ന ചില കാര്യങ്ങൾ പോലും 2025 നിങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടില്ല. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ചില സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ 2025 ഉണ്ടായെങ്കിലും ഇപ്പോഴും മറ്റുള്ള ഒട്ടനവധി പ്രതിസന്ധികളാണ് ജീവിതത്തിൽ നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി വളരെയധികം വിവാഹ തടസ്സം അനുഭവിക്കുന്ന ചില കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. 2025 തടസ്സങ്ങൾ നീങ്ങി വിവാഹ കാര്യങ്ങളിൽ ഒരു പോസിറ്റീവായ അനുഭവം ഉണ്ടാകുമെന്ന്
നിങ്ങൾ കരുതിയിരുന്നുവെങ്കിലും ഉദ്ദേശിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കാത്തത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടവം രാശിക്കാരിൽ മംഗല്യയോഗം ഏറ്റവും അധികം ഭാഗ്യകരമായ രീതിയിൽ തന്നെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാണ് 2026. അതായത് വിവാഹപ്രായമായ ഇടവം രാശിക്കാർക്ക് നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു സ്വപ്നതുല്യമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗമാണ് 2026 കാണുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു സ്ഥിരത കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതായത് നിങ്ങളുടെ കർമ്മമേഖലയിലായിരുന്നാലും ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളിലായിരുന്നാലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും, അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്തു തുടങ്ങുന്ന ജോലിയിൽ നല്ല രീതിയിൽ ശോഭിക്കുവാനും പലർക്കും കഴിയുന്നില്ല. ഇനി സാമ്പത്തിക കാര്യം എടുത്തു നോക്കിയാലും ഒട്ടും തന്നെ സ്ഥിരത നിങ്ങൾക്ക് നേടുവാൻ കഴിയുന്നില്ല. അതായത് ഒരൽപ്പം പണം കയ്യിൽ വന്നാൽ പോലും അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സ്ഥിരത എന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ നിലനിന്നിരുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇടവം രാശിക്കാർക്ക് 2026 ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു സ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും. എന്നാൽ 2026 എന്ന വർഷത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ ഇടവം രാശിക്കാർ കുറച്ചധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് പല വഴികളിൽ നിന്നും ധനനേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാത്ത ഒറ്റ കാരണം കൊണ്ട് ചില ധനനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതൊഴിച്ചാൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ തന്നെയായിരിക്കും ഈ പുതുവർഷത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഒപ്പം തന്നെ വളരെ കാലങ്ങളായി ഒരു കർമ്മമേഖലയിൽ പ്രവർത്തിക്കുകയും എന്നാൽ അവിടെ നിന്ന് ഒരു പുരോഗതി കാണുവാൻ കഴിയാത്ത അവസ്ഥ നേരിടുകയും ചെയ്യുന്ന ചില ഇടവം രാശിക്കാരും ഇതിലുണ്ട്. എന്നാൽ നിങ്ങളുടെ കർമ്മമേഖല ഏതു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം നേടിയെടുക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയായിരിക്കും 2026. ഒപ്പം തന്നെ ഇതിൽ ചില ഇടവം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. അതായത് മക്കളുടെ ചില സ്വഭാവ രീതികളും മക്കളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാത്ത അവസ്ഥയും നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങളോട് വ്യക്തമായി പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ 2026 എന്നതാണ്. ഇനി അതുപോലെ തന്നെ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരിൽ ഇതുവരെ സന്താനയോഗമുണ്ടാകാതെ വളരെയധികം മനസ്സ് നീറിക്കഴിയുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട്. അതായത് നിങ്ങൾ കയറിയിറങ്ങാത്ത അമ്പലങ്ങളോ ആശുപത്രികളോ ഇല്ല. മാത്രമല്ല ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ വളരെയധികം ഒറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു അവസ്ഥ നേരിട്ടിരുന്ന ഇടവം രാശിക്കാർക്ക് 2026 ഭാഗ്യവർഷമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന തരത്തിലുള്ള ആരോഗ്യകരമായ ഒരു കുഞ്ഞിനെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വർഷമായിരിക്കും 2026 എന്നത്. ഇനി ഏറ്റവും പ്രധാനമായി ഈ 2026 ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ആരോഗ്യകാര്യത്തിന് പ്രാധാന്യം നൽകുകയും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധയുള്ളവരായിരിക്കുകയും വേണം. കാരണം ഈ രണ്ട് കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധ കുറവ് മൂലം ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്ന തരത്തിലും അതുപോലെ ചില വ്യക്തികളെ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് ചില സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്ക്
ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയോടെ ചെയ്യുന്ന ഇടവം രാശിക്കാർക്ക് സമ്പന്നത ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് 2026. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അനാരോഗ്യകരമായ ഭക്ഷണക്രമം കൊണ്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള ചില രോഗാവസ്ഥകൾ ഇടവം രാശിക്കാരെ ബാധിക്കുവാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും ജീവിതശൈലിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതൊഴിച്ചാൽ ആരോഗ്യപരമായി വലിയ പ്രതിസന്ധികളൊന്നും തന്നെ ഇടവം രാശിക്കാർക്ക് 2026 ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഇനി സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിനു വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാർക്കും 2026 സ്വപ്നത്തെ സാക്ഷാത്കരിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ്. മാത്രമല്ല, വാഹനയോഗവും ഇടവം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് 2026 ഉണ്ടാകുമെന്നതാണ് ഫലപ്രകാരം കാണുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും ഇടവം രാശിക്കാരിൽ നിന്ന് അകലുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും 2026 എന്ന വർഷം. ഇനി മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഫലങ്ങളിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അത്രയധികം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അത്ര വലിയ മാറ്റങ്ങളാണ് 2026 സംഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ മിഥുനം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് 2025 അത്ര സുഖകരമായ അനുഭവങ്ങളായിരുന്നില്ല ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ചില വ്യക്തികൾക്ക് വളരെയധികം ആരോഗ്യ പ്രതിസന്ധികളും മാനസികമായ തകർച്ചകളും സാമ്പത്തിക പ്രതിസന്ധികളും ഒട്ടനവധി അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു 2025 ഉടനീളം ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ തന്നെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിതം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വർഷമായിരിക്കും 2026 എന്നത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ പല കാര്യങ്ങളും 2026 അനുഭവത്തിൽ വരും എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ചില ഗുണകരമായ കാര്യങ്ങളെപ്പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ധനനേട്ടങ്ങളെപ്പറ്റി തന്നെയാണ്. കാരണം മിഥുനം രാശിക്കാർക്ക് 2025 നിങ്ങൾ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും കഷ്ടതകൾക്കുമെല്ലാം പരിഹാരമെന്ന തരത്തിലാണ് ഈ പ്രപഞ്ചശക്തി 2026 നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ചില മിഥുനം രാശിക്കാർ 2026 പുതിയ എന്തൊക്കെയോ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മിഥുനം രാശിക്കാർക്ക് ഏറ്റവും വിജയകരമായി തന്നെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയും അതിൽ നിന്ന് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി നേടിയെടുക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഒരു ജോലി നേടിയെടുക്കുവാൻ വളരെയധികം പരിശ്രമിച്ചിട്ടും സ്വന്തമായി ഒരു വരുമാനമുണ്ടല്ലോ എന്ന് സമാധാനിക്കുവാൻ പോലും ഒരു ജോലിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില മിഥുനം രാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കുടുംബത്തിൽ അത്രയധികം സാമ്പത്തിക പ്രതിസന്ധികളും കഷ്ടതയുമാണ്. സ്വന്തമായി ഒരു ജോലി നേടി കുടുംബത്തെ പുലർത്തുവാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കാത്ത ദിവസങ്ങളില്ല. ഇനി മറ്റു ചിലർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിലെ ഒരു ആവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിയുന്നില്ല. കടബാധ്യതകൾ ഒന്നിനൊന്ന് അധികരിക്കുകയും ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികൾക്കും മറ്റുള്ള മിഥുനം രാശിക്കാർക്കും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഭാഗ്യകരമായ അനുഭവങ്ങളായിരിക്കും ഈ 2026 ഉണ്ടാകുവാൻ പോകുന്നത്. ഇതിൽ തന്നെ
ചില മിഥുനം രാശിക്കാർക്ക് വിദേശയാത്രാ യോഗം വരെ 2026 കാണുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഉയർച്ചകളും പുരോഗതിയും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതുപോലെ തന്നെ ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും മിഥുനം രാശിക്കാർക്ക് 2026 ചില സമയങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം. ഏറ്റവും പ്രധാനമായി കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം കൂടുതലായി ഉണ്ടാകുന്നത്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങളുടെ ആത്മസംയമനത്തോടെയുള്ള ഇടപെടലുകൾ കൊണ്ട് ആ പ്രതിസന്ധികളെ നിഷ്പ്രയാസം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയും. അതൊഴിച്ചാൽ ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും നിങ്ങൾക്ക് സമാധാനം നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും 2026 നിലനിൽക്കുക. ഒപ്പം തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരോഗ്യകാര്യങ്ങളിലും മിഥുനം രാശിക്കാർക്ക് 2026 പൊതുവെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. മാത്രമല്ല, ഏറ്റവും പോസിറ്റീവായി നിങ്ങളുടെ മനസ്സിലെ ചിന്താഗതിയെ മാറ്റിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതിലൂടെ ഒട്ടനവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ കഴിയും. അപ്പോൾ പൊതുവെ മിഥുനം രാശിക്കാരിൽ കൂടുതലായും സന്തോഷകരമായ അനുഭവങ്ങളും ജീവിത നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ 2026 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 7 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരാധീനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചു കൊള്ളുന്നു. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.